ബി അശോക് IASന്റെ സ്ഥാനമാറ്റത്തിൽ സർക്കാരിന് വീണ്ടും തിരിച്ചടി. പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ വകുപ്പിലേക്ക് മാറ്റിയ ഉത്തരവ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്തു. നേരത്തെയും ഡോക്ടർ ബി അശോകിനെ മാറ്റാനുള്ള നീക്കം ട്രിബ്യൂണൽ തടഞ്ഞിരുന്നു. ഇത് മൂന്നാം തവണയാണ് മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ ബി അശോകിന്റെ സ്ഥാനമാറ്റങ്ങൾ ട്രിബ്യൂണൽ സ്റ്റേ ചെയ്യുന്നത്. കഴിഞ്ഞ തവണ KTDFCയിലേക്ക് മാറ്റിയത് ചൂണ്ടിക്കാട്ടി ബി അശോക് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചിരുന്നു. KTDFC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി മാറ്റിയത് ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ ഉത്തരവ് സ്റ്റേ ചെയ്ത് കൃഷി പ്രിൻസിപ്പൽ സെക്രട്ടറിയും കാർഷികോൽപ്പന്ന കമ്മീഷണറുമായി ഇന്ന് വരെ തുടരാൻ അനുവദിച്ചിരുന്നു. ഇതിനിടെയാണ് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര പ്രിൻസിപ്പൽ സെക്രട്ടറിയാക്കി ഇന്നലെ ഉത്തരവിറക്കിയത്. നാളെ മുതൽ പ്രാബല്യത്തിൽ വരുന്ന സ്ഥാനമാറ്റമാണ് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ജനുവരിയിൽ തദ്ദേശ ഭരണപരിഷ്കരണ കമ്മീഷണറായി അശോകിനെ നിയമിച്ചെങ്കിലും ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ട്രൈബ്യൂണൽ റദ്ദാക്കിയിരുന്നു. പ്രതികാര ബുദ്ധിയോടെയായിരുന്നു ബി അശോകിനെതിരെയുള്ള സർക്കാരിന്റെ നീക്കങ്ങൾ. കേര പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർന്ന സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേർക്ക് ചോദ്യങ്ങൾ ഉന്നയിച്ച് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇതോടെ അശോകിനെതിരായ നീക്കങ്ങൾ ശക്തമായി. ജനം, കൊച്ചി.